ഉഷ്ണതരംഗം രൂക്ഷമായ സാഹചര്യത്തിൽ AIYF പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഔഷധി ജംഗ്ഷനിൽ ആരംഭിച്ച തണ്ണീർപ്പന്തൽ പൊതുജനങ്ങൾക്ക് ആശ്വാസമായി മാറുന്നു. ദൈനംദിനം നൂറുകണക്കിന് വഴിയാത്രക്കാരാണ് തണ്ണീർപ്പന്തലിലെത്തി ദാഹമകറ്റി പോകുന്നത്. AIYFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും തീരുമാനപ്രകാരം നമ്മുടെ സംസ്ഥാനത്തും ജില്ലയിലും വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലുള്ള തണ്ണീർപ്പന്തലുകൾ സ്ഥാപിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മുൻകാലത്ത് വിഭിന്നമായി സമാനങ്ങളില്ലാതെ ചൂടിലൂടെയാണ് ഇന്ത്യയും കേരളമടക്കെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മലബാർ പ്രദേശങ്ങളടക്കം സൂര്യാഘാതം മൂലം ആളുകൾ മരണപ്പെട്ടതായി വാർത്തകൾ വരുന്നു, പശുക്കൾ മരിക്കുന്നതായി വാർത്തകൾ വരുന്നു. എന്തിനു പറയുന്നു, സമുദ്രത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ പോലും ബാധിക്കുന്നതായിട്ടാണ് വാർത്തകളും പഠനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ തരത്തിൽ കേരളം ചുട്ടുപൊള്ളുമ്പോൾ അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും, ജില്ലയിലെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള തണ്ണീർപ്പന്തൽ സ്ഥാപിക്കണമെന്ന ഞാൻ ആദ്യം പറഞ്ഞ മാതിരി സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെയുള്ള തണ്ണീർപ്പന്തൽ നാം സ്ഥാപിച്ചിട്ടുള്ളത്. മെയ് 3 AIYF സ്ഥാപക ദിനത്തിലാണ് തണ്ണീർപ്പന്തൽ ആരംഭിച്ചത്. പ്രവർത്തകർക്ക് ആവേശമായി പിന്നിട്ട ദിവസങ്ങളിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ്, മൂവാറ്റുപുഴ മുൻ MLA എൽദോ എബ്രഹാം, AIYF ജില്ലാ പ്രസിഡന്റ് PK രാജേഷ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് രാജീവ് കാവുങ്കൽ, CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് രമേശ് ചന്ദ, ജില്ലാ കമ്മിറ്റി അംഗം KP റെജിമോൻ തുടങ്ങിയവർ തണ്ണീർപ്പന്തൽ സന്ദർശിച്ചു. AIYF ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അജാസ് മാളിയം, മണ്ഡലം സെക്രട്ടറി ബിനു പി ജോൺ, പ്രസിഡന്റ് PJ എൽദോസ, സഹഭാരവാഹികളായ അനുജ് M കൃഷ്ണൻ, അൻസാർ അലി, വിനു നാരായണൻ, TS സുധീഷ, അഡ്വക്കേറ്റ് വിധാൻ KT, ശ്രീജേഷ്, സുരേഷ്, റിയാസ് എന്നിവർ നേതൃത്വം നൽകി.